കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം. സിനിമാ ലോകത്ത് ഇപ്പോൾ പ്രണയവും പ്രണയവിവാഹവും വിവാഹമോചനവുമൊന്നും ആരാധകരെ ഞെട്ടിക്കാറില്ല, സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. എന്നാൽ നടി ലെനയുടെ വിവാഹം കഴിഞ്ഞതും വിവാഹമോചനം നേടിയതുമൊന്നും അധികമാർക്കും അറിയില്ലായിരുന്നു. അതൊരു പ്രണയവിവാഹമായിരുന്നു. ഇന്നും പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന നടിയാണ് ലെന. അഭിലാഷുമായി വേർപിരിഞ്ഞെങ്കിലും ഇപ്പോഴും മനസ്സിൽ പ്രണയമുണ്ട്. ലെനയുടെ ആദ്യത്തെ പ്രണയമായിരുന്നു അത്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ ആ പ്രണയത്തെക്കുറിച്ച് ലെന പറയുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിലാഷ് എന്ന കുട്ടിക്ക് എന്നോട് പ്രണയമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. സ്കൂളിൽ എവിടെ പോയാലും അഭിലാഷ് എന്നെ ഫോളോ ചെയ്യും. വീട്ടിലേക്കുള്ള യാത്രയിൽ സൈക്കിളിൽ പിന്തുടരും. പിന്നെ എനിക്കും തോന്നി ഒന്ന് പ്രണയിച്ചാൽ എന്താണെന്ന്. സ്കൂളിൽ എല്ലാവരും അതിനെ പ്രണയമെന്ന് വിളിച്ചപ്പോൾ ഞങ്ങളും അത് അംഗീകരിച്ചു. ഈ പ്രണയത്തെക്കുറിച്ച് ഞാൻ എന്റെ അനുജത്തിയോട് പറഞ്ഞിരുന്നു. പക്ഷേ പ്രണയം ഒരിക്കലും പഠനത്തെ ബാധിക്കരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ശരിക്കും ഒരു കാഞ്ചന മൊയ്തീൻ പ്രണയം പോലെ തമ്മിൽ എന്നും കാണും. സ്കൂളിൽ ആരും അറിയാതെ നോക്കും. ഒരേ ക്ലാസ്സിൽ അല്ലാത്തത് കൊണ്ട് ഇടവേളകളിൽ വരാന്തയിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു ചിരി സമ്മാനിക്കും. നിഷ്കളങ്കവും പവിത്രവുമായ പ്രണയം. ആത്മാർത്ഥമായി ഞങ്ങൾ പ്രണയിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും വീട്ടിൽ ഫോൺ കിട്ടി. പിന്നെ ഫോണിലായി പ്രണയം. ഒരു ബെല്ലടിച്ച് കട്ടാക്കുന്നതാണ് ഞങ്ങളുടെ പതിവ്. വീട്ടിൽ ആരെങ്കിലും ഫോൺ എടുത്താൽ റോങ് നമ്പർ എന്ന് പറഞ്ഞ് കട്ടാക്കും. കുഞ്ഞു കുഞ്ഞു കള്ളത്തരങ്ങൾ കാണിക്കും. നമ്മൾ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ ഈ കള്ളത്തരങ്ങൾ കൂടിയേ തീരൂ എന്ന് ചിന്തിക്കുന്ന കുട്ടിക്കാലം. 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ പ്രണയം ഞാൻ വീട്ടിൽ അമ്മയോട് പറഞ്ഞു. ഈ പ്രായത്തിൽ ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ പഠനത്തെ ബാധിക്കരുത് എന്നായിരുന്നു അമ്മയുടെ മറുപടി. അത് ഞങ്ങൾ രണ്ടാളും പാലിച്ചു. 10ാം ക്ലാസ്സിൽ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറായി. ഞാൻ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അഭിലാഷ് ഭവൻസിലേക്ക് മാറി. പിന്നെ സംസാരം ഫോണിനെ ആശ്രയിച്ചായിരുന്നു. ഞങ്ങൾ തമ്മിൽ പ്രണയ സംസാരങ്ങൾ കുറവായിരുന്നു. വലിയ ബുദ്ധിജീവി സംസാരമായിരുന്നു എല്ലാം. വായിച്ച പുസ്തകങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളുമെല്ലാം അതിൽപ്പെടും. പ്രണയം അന്നും ഇന്നും മധുരമാണ്. അനുഭവിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന വികാരം, ലെന പറഞ്ഞു. 2014 ജനുവരി 16-നായിരുന്നു ലെനയുടെയും അഭിലാഷ് എസ് കുമാറിന്റെയും വിവാഹം. ആഷിഖ് അബു സംവിധാനം ചെയ്ത 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിന്റെ എഴുത്തുകാരിൽ ഒരാളാണ് അഭിലാഷ്. എന്നാൽ തിരിച്ചറിവെത്തുന്നതിന് മുൻപ് തുടങ്ങിയ പ്രണയബന്ധം വിവാഹത്തിലേക്ക് കടന്നപ്പോൾ അധികകാലം നീണ്ടുനിന്നില്ല. ഇരുവരും പരസ്പര സമ്മതത്തോടെ വിവാഹമോചിതരാകുകയായിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളെ തേടിയെത്താൻ സബ്സ്ക്രൈബ് ചെയ്യൂ ABC മലയാളം.